CPM-ൽ വ്യക്തിപൂജയില്ല, പാർട്ടിക്കാണ് പ്രാധാന്യം എന്ന് പല ആവർത്തി പറഞ്ഞു വയ്ക്കുമ്പോൾ മുൻപൊരിക്കലും ഒരു നേതാവും നടത്തിയിട്ടില്ലാത്ത രീതിയിൽ പിണറായി വിജയൻ എന്ന നേതാവിന്റെ ധാർഷ്ട്യവും അപ്രമാദിത്വവും അരങ്ങുവാഴുകയായിരുന്നു ഈ അടുത്ത കാലയളവിൽ. പിണറായി വിജയനെതിരെ വിമർശകർ ശബ്ദമുയർത്തുമ്പോഴെല്ലാം പിണറായി ഭക്തർ അദ്ദേഹത്തിനു വേണ്ടി ആവുന്നത്ര വാദിച്ചു ജയിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ താഴെ തട്ട് മുതൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ പ്രവണതകളും നേതാക്കളുടെ ധാർഷ്ട്യവും അഴിമതികളും സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ചർച്ചയാകുന്നതിനിടെയാണ് മുതിർന്ന നേതാക്കളായ തോമസ് ഐസക്കിന്റെയും MA ബേബിയുടെയും നേതൃത്വത്തിൽ പാർട്ടിയിൽ പടയൊരുക്കം നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന CPM ജില്ലാ കമ്മിറ്റി യോഗങ്ങളെല്ലാം പിണറായി വിജയനെതിരെയുള്ള വിചാരണയായി മാറുകയായിരുന്നു. ഒരു കാലത്ത് പാർട്ടിക്ക് അതീതമായി VS-നുണ്ടായിരുന്ന ജനസമ്മതിയിൽ ഏറെ അസ്വസ്ഥനായ പിണറായി വിജയനെ കേരളം കണ്ടിരുന്നു. VS എന്ന് മാത്രമല്ല, പല പ്രമുഖർ പങ്കെടുക്കുന്ന വേദികളിലും മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുന്നത് പിണറായി വിജയനെ അസ്വസ്ഥനാക്കിയിരുന്നു. തൊടുന്നതെല്ലാം നശിപ്പിക്കുന്ന മാൻഡ്രേക്കായി ട്രോളന്മാർ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടി. VS പക്ഷത്തെ ഒതുക്കിയപ്പോൾ അദ്ദേഹം ഓർത്തു കാണില്ല തന്നെ ഒതുക്കാനും ഒരിക്കൽ പടയൊരുങ്ങുമെന്ന്. ഇപ്പോൾ പിണറായി വിരുദ്ധ ചേരി കരുത്താർജിക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. പാർട്ടി നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നു പറച്ചിലുകൾ നടത്തുന്നതും പതിവായി കഴിഞ്ഞു. ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ അച്ചടക്ക മഹാത്മ്യം വിളമ്പുന്ന കേഡർ പാർട്ടിയായ CPM-ന് ഇപ്പോൾ കഴിയുന്നില്ല. രണ്ടാം LDF സർക്കാർ രൂപീകരണത്തോടെ പിണറായി വിജയൻ ഏറെ ശക്തനായി മാറിയിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയവും NDA-യുടെ വോട്ട് നില മെച്ചപ്പെട്ടതും പിണറായിക്കെതിരെ ശബ്ദമുയർത്താൻ നേതാക്കൾക്ക് അവസരമൊരുക്കിയെന്ന് വേണം കരുതാൻ. ഒരു കാലത്ത് പിണറായി പേടിയിൽ പഞ്ചപുച്ഛമടക്കി നിന്നിരുന്ന പല നേതാക്കന്മാരും ഇപ്പോൾ പിണറായിക്കെതിരെ ശബ്ദമുയർത്തുന്നത് പിണറായി വിരുദ്ധ ചേരി ഏറെ ശക്തമാണെന്ന സൂചനയാണ് നൽകുന്നത്. പിണറായിയുടെ സ്വേച്ഛാധിപത്യത്തിൽ മുറിവേറ്റ നേതാക്കന്മാർ P ജയരാജൻ ഉൾപ്പെടെ നിരവധിയാണ്. അവരെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരന്നാൽ തകരാവുന്നതേയുള്ളൂ CPM-ലെ പിണറായിസം.